ചെയ്യാൻ പറ്റുന്നില്ല എന്നറിയണേ. കാരണം വരുന്നതിൽ പകുതി റെന്റിന് കൊടുക്കേണ്ടി വരും, ഫാമിലി അല്ലേ. പിന്നെ അതിൻ്റെ പുറമെ ഫുഡ് ചെലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ പോകും. അപ്പോൾ വളരെ ഒരു 50ഒക്കെ സേവ് ചെയ്യാന്നുള്ളൂ. 50 അതിന് കുറവൊക്കെ. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനെറ്റിൻ്റെ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള ഓരോ എക്സ്പെൻസ്. പിന്നെ ജോലി ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെ? അത് തന്നെ നമുക്ക് അത്ര ഇപ്പോൾ നമ്മൾ 9:30 മുതൽ 6 മണി വരെയാണ്. അത് ചിലപ്പോൾ 10 മണിക്ക് എത്തിക്കഴിഞ്ഞാലൊന്നും പറയൊന്നുമില്ല. ഒരു ഫ്രീഡം ഉണ്ടല്ലോ. 9 മണി മുതൽ 9:30 മുതൽ 6 മണി വരെ വൈകുന്നേരം. വൈകുന്നേരം 6 മണി വരെ. അത് നമ്മൾ 9 മണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5:30 പോവാം. 8:00 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോവാം. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടില്ല. നമ്മളവിടെ 8 മണിക്കൂർ വർക്ക് ചെയ്യാന്നുള്ളൂ. ഒരു അരമണിക്കൂർ ബ്രേക്കിന്റെ ടൈം. ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനി ഇട്ടോ, വേറെ കമ്പനിയിൽ പോവാത്തോണ്ട് നമുക്ക് ഓവറോൾ എക്സ്പീരിയൻസ് അറിയില്ല. ഇവന്റെ പാടെന്താ? അപ്പൊ നാട്ടിൽ വന്നല്ലോ. കണ്ടില്ലല്ലോ. ഓന് വേറെ 4-5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര ചെയ്യണോ. ഫ്ലൈറ്റിലോ? അടുത്തൊന്നല്ല. അല്ല, ഭയങ്കര ലോങ്ങാ. ഭയങ്കര ലോങ്ങാ. ടൈമും ഡിഫറെന്റാ. ഇപ്പൊ നമ്മുടെ 12 ആണെങ്കിൽ ചിലപ്പോ അവന്റെ അവിടെ 9 മണിയൊക്കെ ആയിരിക്കും. അങ്ങനെ ടൈം ഡിഫറൻസ് ഉണ്ടോ? അത് സൂര്യന് എന്താ പറയാ, ആ ഒരു കോർണറിൽ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാനഡയിൽ തന്നെ കുറേ ടൈം ഉണ്ട്. മനസ്സിലായില്ലേ? തടി കൂടിയാണ്, ബോഡി കൂടിയില്ല. തടി മുഖം. ഞാൻ പിന്നെ മുടി ഇവിടുന്ന് വെട്ടാന്ന് വിചാരിച്ചതാ. കാരണം ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോയി. അപ്പോൾ 1/4 മണിക്കൂർ ലേറ്റായി. അപ്പോൾ ഞാൻ വെറുതെ കാൽക്കുലേറ്റ് നോക്കി. അവിടെ $15 കൊടുക്കണ്ടേ. $15 ഇവിടെ $40 റിയാൽ വരും. അപ്പോൾ ഇവിടെ മുടിയും താടിയും 40 റിയാലല്ലോ, അതിന് കൂടുതലല്ലേ? ഇല്ല, $40 റിയാൽ. ഞാൻ അങ്ങനെ കുറേ ഇങ്ങനെ മടുത്ത് മുഷിഞ്ഞ് ഇറങ്ങി പോരണോ വേണ്ടേന്ന് വിചാരിച്ചപ്പോൾ. അപ്പൊ അവിടുത്തെ ഇത് ഇവിടെ 2.5 വരുള്ളൂ. അത് കനേഡിയൻ ഡോളർ കുറവല്ലേ? ഇപ്പൊ നമ്മളിവിടെ അൻസഫില അല്ലെങ്കിൽ സൈലിയ പോണേ. പോലെ അവിടെ നെറ്റുണ്ടോ? ഇവിടെ നെറ്റുണ്ടല്ലേ. കാരണം റിമോട്ട് വർക്ക് ഉണ്ട്. നമുക്ക് വിശക്കണ് ഇല്ലെങ്കിൽ എനിക്ക് വിശക്കണില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ച് പോണെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഹരം മൂടാ. അല്ലാതെ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഇതില്ലേ, അതൊന്നും ഫീൽ ഇല്ല. ഇപ്പൊ നമ്മളൊരു 12 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് വന്ന് സാധാരണ ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് വേറൊരു കോമഡി ഉണ്ടായിരുന്നേ. നാട്ടിൽ നിന്ന് നമ്മള് പിന്നെ നോമ്പിന്റെ സമയത്തല്ലേ പോയത്. അപ്പൊ തെറാവിക്ക് പോയ സമയത്ത് ഞാൻ അങ്ങനെ നിന്നിട്ട് എൻ്റെ അടുത്ത് അഫ്രയുടെ റിലേറ്റീവ് ഉണ്ട് കേട്ടോ. അവിടെ അവിടെയുള്ള സിറ്റിസൺ ആണ്. എനിക്കിങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് വീഴാനൊക്കെ പോണേ. അപ്പോൾ എന്നിട്ട് എല്ലാം നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഉറങ്ങി തൂങ്ങണ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് നോർമലാണ്. ഈ ദൂരെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്കുണ്ടല്ലോ, എന്തോ അതിനൊരു പേരുണ്ട്. നമ്മൾ വ്യത്യസ്ത ടൈം സോണിന്ന് കറങ്ങി തിരിഞ്ഞു വരികയല്ലേ. അപ്പോൾ എച്ച് വെച്ചിട്ട് എന്തോ ഒരു പേരുണ്ട്, എന്താ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു എഫക്റ്റ് വരുമല്ലോ. അവള് ഒരു ദിക്കുന്ന് ഭൂമിയുടെ ഒരു ദിക്കുന്ന് വേറെ ദിക്കിലേക്ക് എത്തല്. ഇതൊരു മൂലക്കലല്ലേ കിടക്കുന്നത്. നമുക്ക് അവിടെ ബിസിനസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടോ? അവിടെ എന്താ ബിസിനസ് ചെയ്യാം? ബിസിനസ് ട്രേഡിംഗ് ഒക്കെ ചെയ്യാം. മീൻസ് ഈ മറ്റേ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഇടാം, ഗ്രോസറി ഒക്കെ. അവിടെ ഭയങ്കര വലിയ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ഏകദേശം 30,000 അവിടുത്തെ ഡോളർ മതി. അങ്ങനെ എന്തോ ഞാൻ മുമ്പ് അയച്ചില്ലായിരുന്നു എന്തൊരു എമൗണ്ട്. 30,000 അവിടുത്തെ ഡോളർ മതിയോ? അങ്ങനെ എത്ര മതി? അപ്പോൾ ഇവിടുത്തെ 1,00,000 ചോടല്ലേ ഉള്ളൂ. അങ്ങനെ അത്രേ ഉള്ളൂ, വലിയ എമൗണ്ട് ഒന്നുമില്ല. പിന്നെ അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ വില ഉണ്ടാവും. ലൈസൻസിന് മാത്രമുള്ളതാ ഈ 30,000? കറക്റ്റ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞുതരാം. അത് പിന്നെ എന്തോ റിട്ടേൺ കിട്ടും
ഡീപ്പായിട്ട് അന്വേഷിച്ചിട്ടില്ല. PR കിട്ടിയില്ലല്ലോ. PR കിട്ടൂല്ല എന്നുള്ളത് എനിക്കറിയില്ല. അതാ ഞാൻ പിന്നെ ഇങ്ങനെ ഐഡിയ റിന്യൂ ചെയ്തിട്ടുണ്ട്. കിട്ടൂലേ? ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാല് അവരെങ്ങനെ റൂൾസ് സ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ട് ഇവരെ കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടാനുള്ള ടൈം ആയില്ലല്ലോ. പിന്നെ സ്റ്റുഡന്റ് വിസയിൽ തന്നെ അവന് സ്റ്റേ ബാക്ക് ഉണ്ടാവും 3 വർഷം. 3 വർഷം ഇത് കഴിഞ്ഞാലും അവിടെ നിക്കാന്ന്. പിന്നെ പിന്നെ അതേപോലെ ഓരോ ടൊറന്റോയിലും വാൻകൂവറിലൊക്കെ പോയിന്റ്സ് വളരെ കൂടുതലായിരിക്കും. അതായത് പിന്നെ PR തരണമെങ്കിൽ ഒരു 500 പോയിന്റ് അങ്ങനെ എത്ര ആണ്. അത് വ്യത്യസ്ത ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത്ര പോയിന്റ് തരും, എഡ്യൂക്കേഷൻ ഇത്ര പോയിന്റ് തരും. പോയിന്റ് എങ്ങനെ നമുക്ക് തരാം? അതായത് ഇപ്പോൾ നമുക്ക് ഒരു 8 വർഷം എക്സ്പീരിയൻസ് സെയിം ഫീൽഡിൽ ഉണ്ട് വിചാരിക്കും. അങ്ങനെ ഇത്ര പോയിന്റ് തരും അവർ. മേ ബി 200 പോയിന്റ് തരും. നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് 200 പോയിന്റ് വരും. അങ്ങനെ ഇപ്പോൾ ടൊറന്റോയിലൊക്കെ നല്ല രീതിയിലാണ് കിടക്കുന്നത്, പോയിന്റ് ഹൈയിലാണ് കിടക്കുന്നത്. നമ്മൾ പഠിത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പം വേറെ ഏതെങ്കിലും പോയിന്റ്സ് മാറി പോകേണ്ടി വരും. ചില പോയിന്റ്സ് അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷെ എന്താ PR കിട്ടാൻ എളുപ്പമുണ്ടാവും. പിന്നെ എന്താ അവള് പിന്നെ ലാബ് റിലേറ്റഡ് ആണ്, കെമിസ്ട്രീൻ്റെ ലാബ് റിലേറ്റഡ് ഒരു കോഴ്സാണ്. എന്താ സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ടാവണം. അതങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനെ അവിടെ എത്താന്നുള്ള അതാണ് കാരണം നമ്മൾ വലിയ കഷ്ടപ്പെട്ടിട്ടൊക്കെ അവിടെ എത്തി. അവസാനം അതുകൊണ്ടൊരു വെർത്ത് എന്ന് പറയില്ലേ, അതില്ലെങ്കിൽ കാര്യമില്ലല്ലോ. അവിടുത്തെ ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കി തുടങ്ങി. കാരണം സാധനത്തിനും വില കൂടുതൽ. അവിടെ വീടൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അല്ല വീട് എടുക്കുക. അപ്പോൾ അതിൻ്റെ മോർഗേജ് വളരെ കൂടുതൽ. ഇതുവരെ അവിടുത്തെ സിറ്റിസൺസൊക്കെ സൈലൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കി തുടങ്ങിയത് വലിയ ബിസിനസ് അല്ലാതെ വലിയ വണ്ടി അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വണ്ടി അവിടെ ഭയങ്കര. ഇപ്പോൾ ഞാൻ അവിടെ ഷോറൂമിൽ പോയിട്ട് കൊറോളയുടെ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറോളക്ക് ആകെ $23,000 ഉള്ളൂ. പക്ഷെ അയാൾ പറഞ്ഞ് വേറെ സെക്കൻഡ് ഹാൻഡ് ഉണ്ട് $25,000 ഒരു വർഷം യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടുതലാ? കൂടുതൽ. എന്താ എനിക്ക് മനസ്സിലായില്ല. അത് കൊറോണയ്ക്ക് ശേഷം വലിയ വണ്ടി ഡ്രൈവറോ ട്രക്ക് ഡ്രൈവറോ അതും നല്ല ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇവിടുന്നൊക്കെ അങ്ങനെ ഹയറിങ് ചിലത് പോവാറുണ്ട്. അങ്ങനത്തെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന ഏജന്റ് നല്ലതാണോ ചീത്തതാണോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബിസിനസ് അല്ലാതെ വേറെന്താ അവിടത്തെത്താൻ വേറെന്താ മാർഗം? പിന്നെ ഈ ട്രക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇങ്ങനെ 3 എണ്ണം ഉള്ളു. അല്ലെങ്കിൽ IT-യിലാവണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പൈസ ഒക്കെ കെട്ടി വെച്ചിട്ടുള്ള രീതിയിലല്ലേ എത്താൻ കഴിയുള്ളൂ അല്ലേ? പിന്നെ വേറെ ചില ഉടായ്പ മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷെ ആ ഉടായ്പ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ അയാൾ പറ്റിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഇവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? എങ്ങനെ ഉടായ്പ മെത്തേഡ്? ഉടായ്പ എന്ന് പറഞ്ഞാല് വിസ എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ലോക്കൽ പിന്നെ കുറേ ഫേക്ക്